ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. എക്കകത്ത് 1 2 3യും ബിക്കകത്ത് 4 5 6. സപ്പോസ് എനിക്കൊരു ഔട്ട്പുട്ട് ലിസ്റ്റ് വേണം. അവിടെ എനിക്ക് വേണ്ടത് ആദ്യം വരുന്നത് എയുടെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് 1, ദെൻ ബിയുടെ ഫസ്റ്റ് എലമെൻറ്റ്, ദെൻ എയുടെ സെക്കൻഡ് എലമെൻറ്റ്, ബിയുടെ സെക്കൻഡ് എലമെൻറ്റ്, എയുടെ ലാസ്റ്റ് എലമെൻറ്റ്, ബിയുടെ ലാസ്റ്റ് എലമെൻറ്റ്. അതായത് എയും ബിയും ഇടപെട്ട് വരികയാണ് ഈ കമ്പൈൻ ചെയ്ത ലിസ്റ്റിൽ. ഇങ്ങനെയാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. സോ ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അഗെയിൻ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഞാനതിനായിട്ട് ഐ ഇൻ റേഞ്ച്, അതായത് ഓരോ എലമെൻറ്റ്സ്, എയുടെ ഫസ്റ്റ് എലമെൻറ്റ്, ബിയുടെ ഫസ്റ്റ് എലമെൻറ്റ്, എയുടെ സെക്കൻഡ് എലമെൻറ്റ്, ബിയുടെ സെക്കൻഡ് എലമെൻറ്റ്, ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ ഐ ഇൻ റേഞ്ച് 3 എലമെൻറ്റ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 3 കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് 0 to 3 കിട്ടും. എന്നിട്ട് എനിക്ക് റിസൾട്ട് സൂക്ഷിക്കാനായിട്ട് ഞാനൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ വെറുതെ പ്രിൻറ്റ് എ ഓഫ് ഐ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എയുടെ എലമെൻറ്റ്സ് 1 by 1 ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ ബി ഓഫ് ഐ കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ എലമെൻറ്റ്സും 1 by 1 ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് 1 4 2 5 3 6 എന്നുള്ള രീതിയിൽ വന്നു. ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഈ സി എന്ന് പറയുന്ന ലിസ്റ്റിലോട്ട്, അതായത് ഓർഡറിലോട്ട് പോവുകയാണ്. സോ നമുക്ക് ആദ്യം വേണ്ടത് സിക്കകത്തോട്ട് എയുടെ എലമെൻറ്റാണ്, എയുടെ ഫസ്റ്റ് എലമെൻറ്റാണ് നമുക്ക് പോകേണ്ടത്. അതിനുശേഷമായിരിക്കണം ബിയുടെ നമുക്ക് പോകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് സി ഡോട്ട് അപ്പെൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എ ഓഫ് ഐ, അതിനുശേഷം സി ഡോട്ട് അപ്പെൻഡ് ബി ഓഫ് ഐ. അതായത് എയുടെ എലമെൻറ്റ് ചെയ്യുന്നതിന് ശേഷമായിരിക്കണം ബിയുടെ എലമെൻറ്റ് ചെല്ലേണ്ടത്. സോ അതിനുശേഷം നമുക്കത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 1 4 2 5 3 6 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്.